തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ സ്വർണ്ണാഭരണം മോഷണം പോയതായി പരാതി. ദേവസ്വം ഓഡിറ്റിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുണ്ടെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. ക്ഷേത്രങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന് BJP ആവശ്യപ്പെട്ടു. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നിന്ന് 13 വർഷം മുമ്പ് കാണാതായ സ്വർണം ഇനിയും വീണ്ടെടുക്കാനായില്ല. ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ച സ്വർണമാണ് കാണാതായത്. ആഭരണം ലഭിച്ചതായി ദേവസ്വം രജിസ്റ്ററിലുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറും മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന TM സത്യനാരായണന് നേരെയാണ് ഗുരുതരാരോപണം ഉയരുന്നത്. 14.670 ഗ്രാം സ്വർണം കാണാനില്ലെന്ന് 2011-12 സംസ്ഥാന ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. സ്വർണ്ണാഭരണം കാണാതായ സംഭവത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറും ഇടത് യൂണിയൻ അംഗമായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലത്താണ് സംഭവം എന്നതിനാലാണ് നടപടി ഉണ്ടാകാത്തതെന്നും ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്നും BJP കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ആരോപിച്ചു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണാഭരണം മോഷണം പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വ്യക്തമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് കുറച്ച് കാലമായി, എന്നിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇതിൽ ശക്തമായിട്ടുള്ള നടപടി ആവശ്യമാണ്. മുഖം നോക്കാതെയുള്ള ഉത്തരവാദപ്പെട്ട ആൾക്കാർ ആരാണോ ഇതിന് ഉത്തരവാദി അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഇതിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ മാത്രമാണ്. ഈ റിപ്പോർട്ട് പുഴുത്തി വച്ചിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ദേവസ്വം വിങ്ങിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇത് പുറത്ത് വന്നിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ മലബാർ ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ ഫണ്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത് വിടാൻ, പരസ്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് ഭക്തജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം കാത്തുസൂക്ഷിക്കാനും അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഭരണം സുതാര്യത വരുത്താനും ഈ കട്ട് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കാനും ഇത് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ ഒരു വിഷയം അവിടെയുണ്ട് എന്ന്. അതുകൊണ്ടാണ് പരസ്യമായിട്ടിത് പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇപ്പോഴും ഇത് പറയാൻ തയ്യാറാകുമായിരുന്നില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ലോക്കൽ ഓഡിറ്റ് റിപ്പോർട്ട്, ക്ഷേത്ര ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത് വിടാൻ, പരസ്യപ്പെടുത്താൻ തയ്യാറാകണം. ഏതൊക്കെ ക്ഷേത്രത്തിൽ എന്തൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അതുവഴി സാധിക്കും. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഇതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പലരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്. തൃക്കണ്ണാട് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാലയളവിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ ഇടതുപക്ഷ യൂണിയൻ്റെ ഒരു നേതാവാണ്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നടപടിയെടുക്കാത്തത്. ആ നടപടിയെടുക്കാത്തത് ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സ്വർണത്തിന്റെ വിപണി വില സത്യനാരായണൻ അടക്കണമെന്നായിരുന്നു ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം. ഇതിനിടെ ക്ഷേത്രത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ മറ്റു ക്ഷേത്രങ്ങളിലും അഴിമതി നടത്തിയതായ ആരോപണത്തിൽ മലബാർ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.